Hello friends, welcome back to our channel Amki Diaries. ഇത് മധുർ ബ്രഹ്മകലശ മുടപ്പസേവയുടെ പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 1 പാർട്ട് 2 കാണാത്തവർ പോയി കാണാം. ഇത് പാർട്ട് 3 വീഡിയോ. അതായത് ഏപ്രിൽ 5 മുടപ്പസേവൻ്റെ അന്ന് രാത്രി, പ്രീവിയസ് ഡേ രാത്രി മഴ വന്നത് കൊണ്ട് ഞങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ അമ്പലത്തിനവിടെ ബുദ്ധിമുട്ടായി, വെള്ളം കയറിയ കൊണ്ട്. അതുകൊണ്ട് ഉള്ളിയത്തെടുക്ക സ്കൂളിൽ പാർക്കിംഗ് ചെയ്ത് പിന്നെ അവർ ബസ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അമ്പലത്തിലോട്ടല്ല, കുറച്ച് ബാക്ക് പറക്കില്ല. ആടുന്ന് പിന്നെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലോട്ട് പോയി. അന്ന് ദേവൻ്റെ ബലി ആദ്യ സ്ഥല ഉള്ളിത്തെടുക്കലോട്ട് വരാനുണ്ടായിരുന്നു. അപ്പോൾ വീരാഞ്ജനേയ വ്യായാമശാലയുടെ താലീം പ്രദർശനമൊക്കെ ആണ് ഇത് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇത്ര തിരക്കിലും ഒരു ആംബുലൻസ് വണ്ടി വന്നപ്പോൾ സ്വയംസേവകർ അത്രയും പെട്ടെന്ന് വഴി ഉണ്ടാക്കി കൊടുത്തു. വണ്ടി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പാസ്സാവാൻ വേണ്ടി. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. സ്വയംസേവകർ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ദേവൻ്റെ ബലിയുടെ ഈ കറ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ചുറ്റുഭാഗത്തുള്ളതുപോലെത്തന്നെ അവിടെ കേസരി ഡെക്കറേഷൻ ചെയ്ത അതിനരികിലായും നിങ്ങളുടെ ചെരുപ്പുകൾ വിരിവെക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മാത്രം തീരുമാനിച്ചിട്ടുണ്ട്. അത്രയും പെട്ടെന്ന് ഏർപ്പെടുന്നത് മാറ്റി ഒറ്റച്ച് സ്ഥലത്ത് ചെരുപ്പുകൾ വിരിയപ്പെടുന്നത് അറിയുന്നത്. വിവിധായിക ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം മുടക്ക സേവയുടെ 10ാം ദിവസമായ അമ്പലത്തിലോട്ട് എത്താനാവുമ്പോൾ സംഘശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് കിട്ടിയ ട്രോഫീസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര ട്രോഫീസ്, അടിപൊളി കുറേ ഉണ്ടായിരുന്നു. നല്ല രസമാണ് കാണാൻ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് പോകുമ്പോൾ ബസ് പിന്നെ വെയിറ്റ് ആക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിത്തെടുക്കം വരെ നടന്നു നേരെ. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ദേവൻ്റെ ബലി കിട്ടി. തിരിച്ചമ്പലത്തിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ ബസ്സിൽ കുറച്ച് വന്നു 11 ബസ്സിൽ പിന്നെ രാത്രി അമ്പലത്തിലോട്ട് മുടപ്പ സേവയ്ക്ക് പോകുന്ന ആൾക്കാർ ഷോ ഫുൾ ബ്ലോക്കായിരുന്നു. പിന്നെ ദേവൻ്റെ ബലി ഉണ്ടായ കൊണ്ട് പിന്നെ പറയണ്ട, ഫുൾ ബ്ലോക്കായിപ്പോയി. വണ്ടിയൊക്കെ ഇങ്ങനെ ബ്ലോക്കായിരുന്നു. ഞങ്ങൾ രാത്രി നേരത്തെ വന്നു, ബിക്കോസ് നെക്സ്റ്റ് ഡേ രാവിലെ മുടപ്പ സേവയ്ക്ക് പോകാനുണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ നിന്നില്ല. എന്തായാലും അവിടെ ഫുൾ റഷ് ആയിരിക്കും, സ്ക്രീനിൽ തന്നെ കാണേണ്ടി വരും. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ രാവിലെ എടുത്ത വീഡിയോ. ഓൾമോസ്റ്റ് രാവിലെ 5 മണി ആ സമയത്തിന് ഞങ്ങൾ അത്ര നേരത്തെ പോയത് കൊണ്ട് ഞങ്ങൾക്ക് പട്ട്ള അവിടെ പാർക്കിംഗ് കിട്ടി.
അവിടുന്ന് പിന്നെ നേരെ അമ്പലത്തിലോട്ട് നടന്ന് അപ്പം തന്നെ ഫുൾ റഷായിരുന്നു ഓൾറെഡി. ഞങ്ങൾ പട്ട്ള റോഡിൽ നിന്ന് കുറച്ച് താഴെ ഞങ്ങൾക്ക് ആടെ വരെ ക്യൂ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആടെ ക്യൂവിൽ നിന്നു. ഇത് ഞങ്ങൾ 5-5:15 ക്യൂവിലുണ്ടായിരുന്നു. അവിടെ അപ്പം തൊട്ട് ഒരു 7:30 വരെ ഒരു അനക്കമില്ല ക്യൂ. ആൾക്കാരിങ്ങനെ ഇടയിലൊക്കെ ഫ്രണ്ടിൽ കയറി അങ്ങനെയൊക്കെ കുറേ പ്രശ്നമായി. അങ്ങനെ കുറേ നേരം വെയിറ്റായി. പിന്നെ സ്വയം സേവകരൊക്കെ വന്നിങ്ങനെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ കൈ പോലെ ചെയിന് പോലെ പിടിച്ച് സിംഗിൾ ലൈനെ സ്ട്രിക്റ്റായിട്ട് വിടാൻ തുടങ്ങിയപ്പോൾ ക്യൂ ഒക്കെ പെട്ടെന്ന് പോയി. അത് അങ്ങനെ അവർ ചെയ്ത് വളരെ നന്നായി, അല്ലെങ്കിൽ ഞങ്ങൾ ക്യൂവിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോകുന്ന വഴി ഫ്രണ്ട് ഡോറിൽ അന്ന് മൂടപ്പ സേവൻ്റെ അന്ന് രാവിലെ വിടുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ കാണിക്കുക. ഇത് കുറച്ച് ഈ സൈഡിലായിട്ടുള്ള റോഡിൽ ഇങ്ങനെ പോകണം. അമ്പലത്തിൻ്റെ സൈഡിലായി ഇവിടെ ഞങ്ങൾ എത്തുമ്പോൾ ഒരു ഓൾമോസ്റ്റ് 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 8-8:15. പിന്നെ ചെറിയ കുട്ടികൾ അവരൊക്കെ നേരത്തെ വിടുന്നുണ്ടായിരുന്നു, എക്സെപ്ഷൻസ്. ഇവിടെ ഇപ്പോൾ കാണിക്കാൻ ഞാൻ ഈ ഗേറ്റിലൂടെ ആയിരുന്നു രാവിലെ അമ്പലത്തിലോട്ട്. പിന്നെ ഇത് മൂടപ്പ സേവയുടെ പിന്നെ ഞങ്ങൾ അവിടെ പുറത്ത് കുറച്ച് നേരം ഇരുന്നു. പിന്നെ തിരിച്ച് വരുമ്പോഴാണ് ഞാൻ കാണുന്നത് ക്യൂ. ഇത് ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലേ. ഇത് ഞങ്ങൾക്ക് രാവിലെ പോയത് കൊണ്ട് അങ്ങനെ ഗണപതിനെ കാണാൻ കിട്ടി, മൂടപ്പ സേവയിലുള്ള ഗണപതി തന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് രാവിലെ ഉച്ചക്ക് പൂജയ്ക്ക് മുമ്പാകുമ്പോൾ അത് അപ്പമൊക്കെ എടുത്തെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഫുള്ള് ക്യൂ. ഇത് ഉളിയത്തടുക്കൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവർ സ്വയം സേവകർ മറ്റേ ഇത് പെട്ടെന്ന് ക്യൂ ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയ കൊണ്ട് എല്ലാവരും പെട്ടെന്ന് പോകാൻ പറ്റും. പിന്നെ അവിടെ വെള്ളം സർവീസൊക്കെ ഉണ്ടായിരുന്നു, ബിക്കോസ് ഈ വെയിലത്ത് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഷോ. അങ്ങനെ പിന്നെ അവർ അതിലറിയുന്ന അവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു 2 മണിക്കൂറിൻ്റെ അകത്ത് അവർക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റിയെന്നൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ച് വരുമ്പോൾ അമ്പലത്തിൻ്റെ വിഗ്രഹം കിട്ടിയ ആദ്യ സ്ഥലം ആടെ പോയിട്ടുണ്ടായിരുന്നു. മധുരു മഹാദ്വാര, മധു ടെമ്പിൾ മൂലസ്ഥാനം. ഇത് ഉളിയത്തടുക്കലായിരുന്നു. പിന്നെ ഉളിയത്തടുക്ക് സിരിബാഗിൽ സ്കൂളിൻ്റെ അടുത്ത് ഓൾറെഡി പാർക്കിംഗ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇവിടെയും വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചക്ക മാങ്ങൻ്റെ മരത്തിലൊക്കെ എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലം ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ആയിരുന്നു മധുരു എന്ന് പറയുന്ന സ്ത്രീക്ക് പുല്ലിങ്ങനെ എടുക്കുമ്പോൾ ശിവലിംഗത്തിൻ്റെ കിട്ടിയത്. അത് കത്തി കൊണ്ട് അതിൽ ചോര വന്നു, അതായിരുന്നു അതിൻ്റെ യഥാർത്ഥ സ്റ്റോറി. പിന്നെ അവർ രാജരസു അവരോടൊക്കെ സംസാരിച്ച് പിന്നെ അങ്ങനെ അത് പിന്നെ ദൈവിക ശക്തിയുള്ള വിഗ്രഹം എന്നൊക്കെ അറിഞ്ഞ് പിന്നെയാണ് മധൂരിൽ സ്ഥാപനം ചെയ്തതെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ മരമൊക്കെ പണ്ടേ ഉള്ളത്, അതിലൊക്കെ ഇപ്പോൾ നല്ല പുതിയതായിട്ട് കട്ടയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മധുരു മണ്ഡപ, അത് പാദരക്ഷയൊക്കെ മധുരു അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ആയെന്നൊന്നും അറിയില്ല. ഇവിടെ പഞ്ചൂർലി ദേവൻ്റെ ഗുടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി കംപ്ലീറ്റ് ആവാനുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല കറക്റ്റായിട്ട്. പിന്നെ രാത്രി അമ്പലത്തിൽ അവഭൃത സ്നാനം, പിന്നെ രാജാങ്കണ പ്രസാദം ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിൻ്റെ ദേവൻ്റെ ബലി പുറത്ത് ഇനി പോയിട്ട് പിന്നെ അവഭൃത സ്ഥാനമൊക്കെ പോയിട്ട് പിന്നെയാണ് രാജാങ്കണ പ്രസാദം അന്നത്തെ. അപ്പോൾ ഇതിപ്പോൾ അന്ന് മൂടപ്പ സേവൻ്റെ അന്ന് രാത്രി വീഡിയോ ആണ്.
ವೆಂಕಟೇಶ್ವರ ದೇವರ ಪಾದಾರವಿಂದಕ್ಕೆ ಗೋವಿಂದ ಗೋವಿಂದ ಗೋವಿಂದ. അപ്പോൾ ഫ്രണ്ട്സ് അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ കമൻറ്റ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്ത വീഡിയോ കിട്ടുന്നവരെ ടാറ്റാ ബൈ.